ഹൃദ്യമായ സുപ്രഭാതം. നമുക്ക് ഓരോ ദിവസവും ദൈവം തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹമാണ് നാം എപ്പോഴും ഓർക്കേണ്ടത്. ഇന്നും നമുക്ക് നല്ലൊരു പുലരി സമ്മാനിച്ചു. എത്രയോ ആളുകൾക്ക് അത് ലഭിക്കാതെ പോയിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളെക്കാളും കൂടുതൽ ദൈവികമായ അനുഗ്രഹം നമുക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കാരണം ഈ സൊസൈറ്റിയിൽ ആവശ്യമായി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾക്ക് നമ്മെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകത്തിന് ആവശ്യമാണ് ആരോഗ്യം, അതേപോലെ തന്നെ സമ്പത്തും. ഇത് രണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഹൈഫ്ലയേഴ്സ് മീറ്റിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള മഹത്തായ കമ്പനിയുമായി യോജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുതൽ വലിയ മാറ്റങ്ങളാണ് സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് കേരളത്തിനകത്തും പുറത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ബാനറിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ആത്മാഭിമാനമാണ്. കാരണം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ബാനറിലാണ് ഞാനും നിങ്ങളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുറിയുടെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള മനോജ് സാറേയും ലത ചേച്ചിയെയും നമുക്ക് ഒരിക്കൽ കൂടി അഭിനന്ദിക്കാം. അതേപോലെ തന്നെ എന്നെ പരിചയമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷുഹൈബ്. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിലാണ്. ഒരു കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തും ഗൈഡും മെന്ററുമായിട്ടുള്ള അൽതാഫ് സാറുമായിട്ട് ഞാൻ കണക്ട് ആകുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള അറിവ് യഥാർത്ഥത്തിൽ നേടാൻ തുടങ്ങിയത് അൽതാഫ് സാറുമായിട്ടുള്ള കണക്ഷന് ശേഷമാണ്. അതുവരെ ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സാധാരണഗതിയിൽ എനിക്ക് അറിയില്ലായിരുന്നു അറിവിന് തന്നെ പല തരത്തിലുള്ള മാനങ്ങളുണ്ടെന്ന്. സ്കൂളിലും കോളേജിലും പഠിപ്പിക്കപ്പെടുന്ന അറിവെന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ ആണെന്നും, എന്നാൽ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള അറിവ് എന്നുള്ളതിന് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമെന്നും, എന്നാൽ യഥാർത്ഥത്തിൽ സെൽഫ് എഡ്യൂക്കേഷൻ സ്കൂളിലും കോളേജിലും പഠിപ്പിക്കപ്പെടുന്നില്ല എന്നും, എസ്പെഷ്യലി ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത് തന്നെ സെൽഫ് എഡ്യൂക്കേഷന്റെ പോരായ്മയാണ്. എന്നാൽ സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം നമുക്ക് ധാരാളമായിട്ട് സെൽഫ് എഡ്യൂക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ഹൈഫ്ലയേഴ്സ് മീറ്റിൽ ഞാൻ സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മളൊരു ട്രയാങ്കിളിനെ കുറിച്ചാണ് സംസാരിച്ചത്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, 3 വശങ്ങളുള്ള ഒരു ഗ്രാഫാണ്. അതിൽ നിന്ന് നമ്മൾ ഉൾപ്പെടുത്തിയത് വിജയിക്കുന്നതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അതിന് ധാരാളം ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിക്കുകയുണ്ടായി, നിങ്ങൾ കേൾക്കുകയുണ്ടായി. അതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ മറ്റൊരു വശത്തിൽ വരുന്നത് നോളജ് ആണ്. ഈ നോളജിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന. ഈ ബിസിനസ്സിൽ വിജയിക്കുന്നതിന് നമുക്ക് ധാരാളമായിട്ട് നോളജ് ആവശ്യമുണ്ട്.
ആ നോളജ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, അത് സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുള്ള നോളജിനപ്പുറം നമുക്ക് സെൽഫ് നോളജ് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ സെൽഫ് നോളജിന്റെ പാർട്ടായിട്ട് ഹൈഫ്ലയേഴ്സ് മീറ്റിൽ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്പെഷ്യലി തിങ്കളാഴ്ചകളിൽ നടക്കുന്ന റീ ഇഗ്നൈറ്റ് പ്രോഗ്രാം, മനോജ് സാറ് നേരിട്ട് നടത്തുന്ന റീ ഇഗ്നൈറ്റ് പ്രോഗ്രാമിൽ വലിയ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റം നമ്മളിൽ എല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള നോളജ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല്, ഇത് മൂന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇന്നും അതിന്റെ മറ്റൊരു ട്രയാങ്കിളിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിളുമായിട്ട് കണക്റ്റഡ് ആണത്. എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന്, ആദ്യമായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്, ജീവിതത്തിൽ വിജയിക്കുന്നതിന് ആവശ്യം വരുന്നത് ഒരു വിഷനാണ്. പലപ്പോഴും നമുക്കത് അറിയില്ല. ഞാനും നിങ്ങളും MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഓർഗനൈസേഷനിൽ ഒരു ഐഡിയ എടുക്കുന്നതോട് കൂടി രണ്ടാളുകളെ കാണിച്ചു കൊടുത്ത്, അവര് രണ്ടാളുകളെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമെല്ലാം പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ചേർക്കുന്ന, അതിങ്ങനെ ചേർന്നു പോകുന്ന ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് ഈ ബിസിനസ് എന്ന് കരുതിയിട്ട് അവർ കുറച്ച് ആളുകളൊക്കെ പഴയ കാലത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവര് ഒരിക്കലും വിജയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് മുമ്പ് ചെയ്തതാണ് ഈ ആളുകളെ കാണിച്ചു കൊടുക്കുന്ന പരിപാടി, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല, അങ്ങനെ സൊസൈറ്റിയിൽ കുറെ ആളുകൾ ഇതൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ, അവർക്കാർക്കും യഥാർത്ഥത്തിൽ ഈ ബിസിനസ് വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജ് ലഭിച്ചിട്ടില്ല. ഈ നോളജ് ലഭിക്കുന്ന പാർട്ടിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആറ്റിറ്റ്യൂഡ് പറഞ്ഞ കൂട്ടത്തിൽ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വലിയ ഒരു കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ലീഡേഴ്സ് ക്ലാസ് എടുത്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരെ കൂടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു വിഷൻ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇടക്ക് നെറ്റ്വർക്കിന് ഒരു ഇഷ്യൂ വന്നു. ജുനൈസ് സാർ അത് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കൈവക്കിക്കണം. ഓക്കെ ഓക്കെ, നെറ്റ്വർക്കിന് ഒരു ഇഷ്യൂ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ ലൈഫിന്റെ പാർട്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. എന്തിനു വേണ്ടിയാണ് അടുത്ത 5 വർഷം അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു തീരുമാനത്തെ ആക്ഷൻ പാർട്ടിലൂടെ MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനിയുടെ വിഷനുമായിട്ട് ചേർത്ത്, കമ്പനിക്ക് ഒരു വിഷൻ ഉണ്ട്, നമ്മളത് ബുക്കുകളിലൊക്കെ നിങ്ങൾ അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. എന്താണ് കമ്പനിയുടെ വിഷൻ? അതേപോലെ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന് ഒരു വിഷൻ ഉണ്ട്.
ആ വിഷനുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിലൂടെ നമുക്ക് ധാരാളമായിട്ട് പണവും ആരോഗ്യവും എല്ലാം ലഭിക്കേണ്ടത്. നിങ്ങൾ കമ്പനിയുടെ വിഷൻ എടുത്ത് വായിക്കുകയാണ്, പണം ധാരാളമായിട്ട് ഒഴുകും. തന്നെ നമ്മുടെ സക്സസ് സ്റ്റോറിയുടെ മിഷൻ എടുത്ത് വായിച്ചാലും അതിൽ പറയുന്നില്ല ആഴ്ചയിൽ 2,10,000 ഉണ്ടാക്കാനാണ് ഇത് തുടങ്ങിയതെന്ന് പറയുന്നില്ല. പക്ഷേ ആ വിഷൻ പ്രാക്ടിക്കൽ ആക്കുന്ന സമയത്ത് 2,10,000 അല്ല, അതിൽ കൂടുതൽ പണം വരാൻ വരും. അപ്പോ നമുക്ക് എല്ലാവർക്കും ആവശ്യം പണം വരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ പണം നമ്മളിലേക്ക് ഒഴുകുന്നതിന് വേണ്ടിയുള്ള ഒരു വിഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പാർട്ടാണ്. എങ്കിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാലോ. അപ്പൊ വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോജ് സാറ് ക്ലാസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേരാണ് ഇക്കിഗായ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഈ ബുക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങി വായിക്കണം. ഇക്കിഗായ് എന്നുള്ള ഈ ബുക്ക് ഒരു ജാപ്പാനീസ് തന്ത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജാപ്പാനിലുള്ള പല ഗ്രാമങ്ങളിലും പല ഐലൻഡുകളിലും ജീവിക്കുന്ന ആളുകള് 100 വർഷങ്ങൾക്ക് ശേഷവും ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു എന്ന് ഈ ബുക്കിൽ പറയുന്നു. അതിനു വേണ്ടിയുള്ള ടെക്നിക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവർക്ക് ലൈഫിൽ ഒരു വിഷൻ ഉണ്ട്. അഥവാ അവരുടെ ശരീരത്തിനും മനസ്സിനും ഇണങ്ങുന്ന, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ അവർ എന്ത് ചെയ്യുകയുള്ളൂ, അവർ ജോലി എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ബ്രെയിനിനും എല്ലാം നല്ല ബാലൻസിങ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷന് വേണ്ടി എത്ര കാലം പ്രവർത്തിക്കണം എന്ന് ചോദിച്ചാൽ, അതിന് ആയുസ്സുള്ള കാലത്തോളം നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം നമ്മുടെ വിഷനിൽ നിന്നും നമുക്ക് ലഭിക്കണം. ആ വിഷനിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ്, അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ പാർട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിജയമുണ്ടാകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആർക്കാണ് ആരോഗ്യത്തെ കുറിച്ച് താല്പര്യമില്ലാത്തത്? ആർക്കാണ് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് താല്പര്യമില്ലാത്തത്? പക്ഷെ അതൊരു വിഷന്റെ പാർട്ടാകുന്നത് എങ്ങനെയാണ്? വിഷന്റെ പാർട്ടാകുന്നത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അത് സൊസൈറ്റിക്ക് കൂടി വളരെ കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കണം. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്റെ സുഹൃത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്തും സുഹൃത്തിനും എനിക്കും ഗുണകരമായിരിക്കണം. അങ്ങനെ പരസ്പരം വിൻ വിൻ പ്രോസസ്സിൽ നമ്മുടെ വിഷൻ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും പ്രവർത്തിച്ചാലും ഒരിക്കലും നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല, നമുക്കൊരിക്കലും മടുപ്പ് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുന്നില്ല, സങ്കടമുണ്ടാകുന്നില്ല, ദുഃഖമുണ്ടാകുന്നില്ല. കാരണം നമ്മളൊരു ഐഡിയയുടെ പാർട്ടാണ്, നമ്മളൊരു ആദർശത്തിന്റെ പാർട്ടാണ്. ആ ആദർശത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധമുള്ള ഒരാൾക്ക്, അയാൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ക്യാഷിന്റെ കുറവിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉറക്കത്തെ കുറിച്ച് അദ്ദേഹത്തിന് പ്രശ്നം വരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദൂരത്തെ കുറിച്ച് അദ്ദേഹത്തിന് പ്രശ്നം വരുന്നില്ല. അങ്ങനെ നല്ലൊരു വിഷന്റെ പാർട്ടിലാണ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സക്സസ് സ്റ്റോറിയുമായി കണക്ട് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്, MI ലൈഫ് സ്റ്റൈലുമായി കണക്ട് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് വരുമ്പോ വലിയ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മുടെ വിഷൻ പ്രാവർത്തികമാകുന്നതിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആർക്കാണ് അത് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെ ഈ
ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ ആറ്റിറ്റ്യൂഡിന്റെ നോളജിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വിഷൻ എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനു വേണ്ടിയായിരിക്കണം നമുക്ക് ഏത് കാര്യത്തിനു വേണ്ടിയും ഇറങ്ങുന്നത്, അതിനു വേണ്ടിയായിരിക്കണം ഒരു പ്ലാൻ പ്രസന്റേഷൻ നടത്തേണ്ടത്, അതിനു വേണ്ടിയായിരിക്കണം ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രവർത്തന പദ്ധതി എന്താണ് എന്ന് നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ എടുത്തിട്ടെങ്കിലും അതിന് പറ്റുന്ന ലീഡേഴ്സുമായി കണക്ട് ചെയ്ത്, നിങ്ങളുടെ മെന്റേഴ്സുമായി കണക്ട് ചെയ്ത് അത് എഴുതി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനുവേണ്ടി ഇന്ന് എന്ത് ചെയ്തു, നാളെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, മറ്റന്നാൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമ്മൾ ഓരോ റാങ്കിന്റെയും പ്രത്യേകത വരുന്നത്. നമുക്ക് നമ്മുടെ ഓരോ പ്രോഗ്രാമുകളിലും നാം നമ്മളെ ഷോക്കേസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വിഷന്റെ പാർട്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു വിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നുണ്ടാകും. അതിനപ്പുറം ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്താൽ അല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈൽ ചെയ്താൽ 2,10,000 കിട്ടും എന്ന് കരുതി നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ നിരാശരാകുന്നുണ്ടാകും. അവിടെയാണ് വിഷന്റെ പ്രത്യേകത വരുന്നത്. അവിടെയാണ് ഒരു ശില്പിയുടെ പ്രത്യേകത വരുന്നത്. ഒരു ശില്പി എങ്ങനെയാണ് ഒരു ശില്പം രൂപപ്പെടുത്തുന്നത്? ഈ ശില്പം രൂപപ്പെടുത്തുന്നത് അദ്ദേഹം ആ ശില്പത്തെ ആദ്യം മനസ്സിൽ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു. അതിനുശേഷമാണ് മറ്റുള്ള ഉപകരണങ്ങളെല്ലാം എടുത്തിട്ട് പാറക്കല്ലിനടുത്തേക്ക് അദ്ദേഹം പോകുന്നത്. ആ പാറയിൽ അദ്ദേഹം ആ വിഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശില്പത്തെ മനസ്സിൽ അദ്ദേഹം കണ്ടതിന് ശേഷം അതിന്റെ പാറയുടെ മറ്റു പാർട്ടുകളെ അദ്ദേഹം പതുക്കെ കൊത്തി അദ്ദേഹം മാറ്റിയെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ശില്പം രൂപപ്പെട്ടു വരുന്നു. മനസ്സിൽ ആ ശില്പിക്ക് അത് കാണാൻ സാധിക്കണം. മനസ്സിൽ ഈ വിഷൻ ഇല്ലാതെ, മനസ്സിൽ ശില്പമില്ലാതെ ഒരാൾ ചുറ്റികയുമായി പാറക്കല്ലിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റൊരാൾ ചെയ്യുന്നത് നോക്കി നിന്ന് അതേപോലെ ഇദ്ദേഹം കൊത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പാറക്കല്ല് പൊട്ടി പിളർന്നു പോകുന്നുണ്ടാകും. ഒരിക്കലും ശില്പം രൂപപ്പെടുന്നുണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, ആളുകൾ പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്, വലിയ രീതിയിൽ വിജയിക്കുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് പ്രത്യേകിച്ച് വിഷനും മിഷനും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടില്ലാതെ ജീവിതത്തെ ഒരു 5 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കാതെ ആളുകൾ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ചെയ്യുമ്പോൾ ശില്പം രൂപപ്പെടുന്നു, മറ്റൊരാൾ ചെയ്യുമ്പോൾ പാറക്കല്ലുകൾ പൊട്ടിപ്പോകുന്നു. എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ, ശില്പത്തെ രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്താണെങ്കിലും നമ്മുടെ ലൈഫിനെ, നമ്മുടെ വിഷനെ നമുക്കൊന്ന് കാണാൻ സാധിക്കണം. അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അതിന്റെ പൂർണ്ണത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ആ ഒരു ശില്പമായി രൂപപ്പെടാൻ സാധിക്കുകയുള്ളൂ, ശില്പിയായി രൂപപ്പെടാനും സാധിക്കുകയുള്ളൂ. കാരണം ശില്പവും ശില്പിയും നമ്മൾ തന്നെയാണ്, അത് മറ്റൊരാളല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ട്രയാങ്കിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ആറ്റിറ്റ്യൂഡ് നമ്മൾ സംസാരിച്ചു. നോളജിന്റെ പാർട്ടിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വരുന്നത്. അവിടെയാണ് എങ്ങനെയാണ് ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഹാൾ മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് വലിയ വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടതും നമ്മൾ അതിൽ പാർട്ടാകേണ്ടതും, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരാളുടെ ഇൻസ്പിരേഷൻ ഇല്ലാതെ, ഒരാളുടെ
പുഷപ്പ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളെല്ലാം സ്വയം നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകും. അവിടെയാണ് സെൽഫ് പെർപച്യുവേറ്റിംഗ് ലീഡേഴ്സ് വളർന്നു വരുന്നത്. അവിടെയാണ് യഥാർത്ഥ എന്റർപ്രണേഴ്സ് വളർന്നു വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവിടേക്ക് ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു ബിസിനസ്സുകാരൻ ധാരാളം തൊഴിലാളികളെ വെച്ചിട്ടാണ് വലിയ പണക്കാരനാകുന്നതെങ്കിൽ, വലിയ രീതിയിൽ വിജയിക്കുന്നതെങ്കിൽ, ഇവിടെ തൊഴിലാളികൾക്ക് പകരം കുറെ ബിസിനസ്സുകാരെയാണ് നമ്മൾ കൂടെ കൂട്ടുന്നത്. ഞാനും എന്റെ കൂടെയുള്ളവരും ബിസിനസ്സുകാരാണ്, അവിടെ തൊഴിലാളികളില്ല. അതുകൊണ്ട് തന്നെ ഓരോ ബിസിനസ്സുകാരും വളർന്നു വരുന്ന സമയത്ത് ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ലിവറേജിങ് എന്നുള്ള ആശയം രൂപപ്പെടുന്നത്. ലിവറേജിങ്ങിന്റെ പാർട്ടിലാണ് നമുക്ക് പാസീവ് ഇൻകം ലഭിക്കുന്നത്. ലിവറേജിങ്ങിന്റെ പാർട്ടിലാണ് നമുക്ക് റെസിജ്വൽ ഇൻകം ലഭിക്കുന്നത്. ലിവറേജിങ്ങിന്റെ പാർട്ടിലാണ് അൾട്രാ സക്സസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലക്ഷ്യബോധം വേണം. സെയിം ടൈമിൽ ടീമിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യബോധം വേണം. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന ട്രയാങ്കിളിൽ രൂപപ്പെടുന്ന യഥാർത്ഥത്തിൽ വിഷൻ രൂപപ്പെടണം, സെയിം ടൈമിൽ ടീം രൂപപ്പെടണം, സെയിം ടൈമിൽ ലീഡേഴ്സ് രൂപപ്പെട്ടു വരണം. അത് ആദ്യം പറഞ്ഞ ട്രയാങ്കിളിലെ നോളജിന്റെ പാർട്ടിലാണ് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ഒരു വിഷൻ രൂപപ്പെട്ട് കഴിയുമ്പോഴാണ് അത് പ്രാക്ടിക്കലാക്കുന്നതിന് വേണ്ടി, അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ടീം രൂപപ്പെട്ടു വരേണ്ടത്. അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ചതുരമുണ്ട്. എന്താണ് ആ ചതുരത്തിൽ പറയുന്നത്? സെൽഫ് എംപ്ലോയിയും ബിസിനസ് ഓണറും അതേപോലെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാനും നിങ്ങളും എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന്, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് ഒരു ബിസിനസ് ഓണറിലേക്ക് മാറുമ്പോൾ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആള് അതേപോലെ പുവർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അവിടെയൊക്കെയാണ് നമ്മുടെ വിഷന്റെ പാർട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു റിച്ച് ആയിട്ടുള്ള ആളും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസം ഒന്നാമതായിട്ട് പറയുന്നത് ദ റിച്ച് ടേക്ക് ആക്ഷൻ ഫസ്റ്റ് ആൻഡ് ടോക്ക് ലേറ്റർ. അഥവാ റിച്ച് ആയിട്ടുള്ള ആളുകള് അവർ ആക്ഷൻ ആദ്യം എടുക്കും. അവരുടെ വിഷന്റെ പാർട്ടായിട്ടുള്ള ആക്ഷൻ അവരെടുക്കും. അതിനുശേഷമേ അവർ സംസാരിക്കാറുള്ളൂ. അവർ ആക്ഷന്റെ പാർട്ടായിരിക്കും. അവരെപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നതിനായിരിക്കും അവരുടെ ശ്രദ്ധ വരുന്നത്. എന്നാൽ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പുവറായിട്ടുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അദ്ദേഹം എപ്പോഴും ആക്ഷനെ കുറിച്ച് ആദ്യം തന്നെ സംസാരിക്കുന്നുണ്ടാകും, എന്നാൽ ഒരിക്കലും അത് ചെയ്യുന്നുണ്ടാവില്ല. അഥവാ ദ പുവർ ടോക്കിംഗ് അബൌട്ട് ആക്ഷൻസ് ആൻഡ് നെവർ ഡു ഇറ്റ്. അവർ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സംസാരിക്കും. നമുക്ക് അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരു ദിവസം 5 ആക്ടിവിറ്റി ചെയ്യണം, 3 ആക്ടിവിറ്റി ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാന്നല്ലാതെ ചെയ്യില്ല. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കണം, എവിടെയാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്? ഒരു റിച്ച് മൈൻഡ് സെറ്റിന്റെ കൂട്ടത്തിലാണോ അതല്ല പുവർ മൈൻഡ് സെറ്റിന്റെ കൂട്ടത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കണം. ദ റിച്ച് എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആളുകള് അതേപോലെ റിച്ച് ആകുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അതൊരു പ്രത്യേകതയാണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ബെറിയിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ, നമ്മുടെ അസോസിയേറ്റ്സിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പതുക്കെ സാധാരണക്കാരന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി നമ്മൾ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു, നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു, നമ്മൾ ആക്ഷൻ പാർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു, നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു, നമ്മൾ സ്ട്രാറ്റജികളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ അതിനൊക്കെ ശേഷമാണ് റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആണോ അല്ലേ? റിസൾട്ട് അത് വന്നോളും. പക്ഷെ നമുക്ക് ഒരു വിഷൻ വേണം,
അതിനു വേണ്ട പ്ലാനിങ് വേണം, അതിനു വേണ്ട സ്ട്രാറ്റജികൾ വേണം, അതിനു വേണ്ടുന്ന ആക്ഷൻ പാർട്ടുകൾ വേണം. റിസൾട്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ടാകും. എന്നാൽ പുവർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസൾട്ടിനെ കുറിച്ച് അവര് സംസാരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആക്ഷനോ അതിന്റെ പ്ലാനിങ്ങോ അതിന്റെ സ്ട്രാറ്റജികളോ അവർക്ക് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഭാവിയെ കുറിച്ച്, വിഷനെ കുറിച്ചായിരിക്കും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ പൂറായിട്ടുള്ള ആളുകളോ അവരുടെ സംസാരം എപ്പോഴും വരുന്നത് ആളുകളെ കുറിച്ചായിരിക്കും. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അത് ശരിയല്ല, ഇവര് ശരിയല്ല, നമ്മുടെ ലീഡേഴ്സ് ശരിയായിട്ടില്ല, കൂടെ വന്ന ആൾക്കാർ പോരാ, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഒരു പുലിനെ ഞാൻ ഇന്നലെ പിടിച്ചു പക്ഷെ ഇപ്പൊ അത് പൂച്ചയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ വിജയിക്കുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആളുകളെ കുറിച്ച് സംസാരിക്കും. സ്വയമായിട്ട് ചിന്തിച്ചു നോക്കുക, നമ്മുടെ സംസാരം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ വിഷനെ കുറിച്ചാണോ, അതിന്റെ ആക്ഷൻ പാർട്ടിനെ കുറിച്ചാണോ, അതിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചാണോ? നിങ്ങളുടെ ലീഡറെ കാണുമ്പോ നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിഷൻ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണോ? അടുത്ത നമ്മുടെ സക്സസ് ബെറിയുടെ വലിയൊരു പ്രോഗ്രാമാണ് മലപ്പുറത്ത് വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ബെറി ബ്ലാസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ ബെറി ബ്ലാസ്റ്റിൽ നിങ്ങൾ ആരായിട്ട് പ്രത്യക്ഷപ്പെടാനാണ്, ഷോക്കേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അതിനു വേണ്ടുന്ന സഹായം തേടാനാണോ നിങ്ങൾ നിങ്ങളുടെ ലീഡറെ സമീപിക്കുന്നത്? അതിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസിനെ സമീപിക്കുന്നത്? അതല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല എന്ന് പറയാനാണോ നിങ്ങൾ പോകുന്നത് എന്നുള്ളിടത്താണ് ഞാൻ ഈ പറയുന്ന റിച്ച് മൈൻഡ് സെറ്റും പൂർ മൈൻഡ് സെറ്റും വിഷനും മിഷനും എല്ലാം കയറി വരുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളുടെ വിഷനായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതിന്റെ ആക്ഷൻ പാർട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം പെന്നും പേപ്പറും എടുക്കേണ്ടത്. അതിനു വേണ്ടിയായിരിക്കണം പ്ലാനിങ്ങും സ്ട്രാറ്റജികളും ഉണ്ടായിരിക്കേണ്ടത്. അവിടെ നാം മനസ്സിൽ കണ്ടിട്ടുള്ള ശില്പം പതുക്കെ പതുക്കെ രൂപപ്പെട്ടു വരുന്നുണ്ടാകും. ആ ശില്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. നിങ്ങൾ ബെറി സ്റ്റാറും ബെറി ഡബിൾ സ്റ്റാറും ഫാസ്റ്റ് ട്രാക്കറും TCയും ATCയുമായി പതുക്കെ പതുക്കെ ശില്പത്തിന്റെ രൂപപ്പെട്ടു വരുന്നുണ്ടാകും. ഇതില്ലെങ്കിൽ ഒരുപക്ഷെ കുറെയൊക്കെ നമ്മള് സാധാരണക്കാര് വെട്ടുന്ന പോലെ കല്ലിങ്ങനെ കൊത്തുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ രൂപപ്പെടുന്നുണ്ടാകും. അവസാനം ചുറ്റുകയും കല്ലും വലിച്ചെറിഞ്ഞ് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന, ക്വിറ്റ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളുടെ മനസ്സിൽ കാണാൻ വേണ്ടി സാധിക്കണം. അതിനുവേണ്ടി MI ലൈഫ് സ്റ്റൈലിനെ, സക്സസ് ബെറിയെ, നമ്മുടെ ലീഡേഴ്സിനെ, നമ്മുടെ അസോസിയേറ്റ്സിനെ എല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ബിസിനസ്സുകാരൻ, വലിയൊരു എന്റർപ്രണർ രൂപപ്പെട്ടു വരുന്നത്. അല്ലാതെ പഴയ കാലത്ത് രണ്ടാളെ ചേർത്ത് കൊടുത്തു, അയാൾ രണ്ടാളെ ചേർക്കട്ടെ, അതൊന്നും നടക്കാതെ പോകുമ്പോ ഈ പരിപാടി നല്ലതല്ല, ഈ പരിപാടി തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് വരരുത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ ട്രയാങ്കിളിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒന്ന് ആറ്റിറ്റ്യൂഡ്, ദെൻ നോളജ്, ദെൻ സ്കില്ല്. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ട്രയാങ്കിളിൽ ഒന്ന് വിഷനെ കുറിച്ചാണ് സംസാരിച്ചത്. രണ്ടാമത് അതിനു വേണ്ടിയുള്ള ആക്ഷൻ പാർട്ടാണ്. ആക്ഷൻ പാർട്ടിൽ വരുന്നതാണ് ടീം എന്ന് പറയുന്നത്. ഈ ടീം രൂപപ്പെട്ടു വരുമ്പോഴാണ് ആ ട്രയാങ്കിളിലെ ലീഡർഷിപ്പ് രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആരായിരിക്കണം? ഒരു ലീഡറായിട്ട് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഈ ലീഡർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ട്രയാങ്കിളിലെ സ്കിൽ ആവശ്യമാണ്. ഈ സ്കിൽ ഉണ്ടെങ്കിലേ ഒരാൾക്ക് ലീഡറായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. എന്തിനെല്ലാം വേണ്ട സ്കില്ലാണ് നമുക്ക് വേണ്ടത്? നിങ്ങൾക്കറിയാം അല്ലേ? നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാനുള്ള സ്കില്ല് വേണം, പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് വേണം,
ക്യാരക്ടർ രൂപപ്പെടുത്താനുള്ള സ്കില്ല് വേണം. ഇങ്ങനെ ധാരാളം സ്കില്ല് വരുന്നുണ്ട്. പക്ഷെ ഒരു സ്കില്ല് എപ്പോഴാണ് രൂപപ്പെടുന്നത്? ഒരു സ്കില്ലിന് കൊടുത്തിട്ടുള്ള ടൈമിംഗ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഒരേ ഒരു കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് ഏകദേശം 10,000 മണിക്കൂറെങ്കിലും ഒരു കാര്യത്തിൽ നിരന്തരമായ പരിശ്രമം ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഒരു സ്കില്ല് രൂപപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ എന്നാണ് പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഒരാൾക്ക് സ്കില്ല് രൂപപ്പെട്ട് അയാൾ അതിൽ പ്രൊഫഷണൽ ആയിട്ട് മാറണമെങ്കിൽ, അതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് വരണമെങ്കിൽ 10,000 മണിക്കൂറെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം നിരന്തരമായ പരിശ്രമം രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചു നോക്കുക, ഞാനും നിങ്ങളും എത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച ഉണ്ടാവും, മറ്റാഴ്ച ഉണ്ടാവില്ല. ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സമയം കിട്ടുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വലിയ ആളുകളാണ്. നിരന്തരമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കില്ല് രൂപപ്പെടുന്നില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ട്രയാങ്കിൾ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ അത് കൂടുതൽ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നോളജ്, ദെൻ സ്കില്ല്, ദെൻ ഇന്നത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് വിഷനാണ്, ടീമാണ്, ലീഡർഷിപ്പാണ്. പ്രത്യേകിച്ച് മറക്കരുത്, നമ്മുടെ ആക്ഷന്റെ പാർട്ടിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നിങ്ങളെല്ലാവരും നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ള നിങ്ങളുടെ ക്ലോസിംഗ് അല്ലെങ്കിൽ ബിസിനസ് വോള്യം ഇന്ന് 100% നിങ്ങളുടെ ഐഡികളിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈ പറഞ്ഞ പോലെ വിഷനും മിഷനും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം, ഇന്ന് അൽതാഫ് സാർ പറഞ്ഞുള്ള പ്രത്യേക ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. നോളജിന്റെ പാർട്ടിൽ നമ്മുടെ ഡോക്ടർ അഞ്ജിതയുടെ പ്രോഗ്രാം വരുന്നുണ്ടെന്നാണ് സാർ പറഞ്ഞത്. അതുകൊണ്ട് ലീഡേഴ്സുമായി കണക്ട് ചെയ്ത് ഈ എത്ര ടിക്കറ്റ് വേണമെന്ന് ആലോചിക്കുക, എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് അറിയുക. നോളജ് അക്വയർ ചെയ്യുന്നതിന്റെ പാർട്ടിൽ നിങ്ങളും നിങ്ങളുടെ ടീമും ആ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. അതിലെല്ലാം പങ്കെടുത്ത് വലിയ വിജയിയായിട്ട് നമുക്ക് വലിയ ഷോക്കേസുകളിൽ വരേണ്ടതായിട്ടുണ്ട്. അതാണ് പെറി ബ്ലാസ്റ്റ്. അവിടെ എല്ലാം വലിയ രീതിയിൽ വിജയിക്കാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ടീമിനും എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും എല്ലാം നമ്മളിലൂടെ ദൈവികമായിട്ട് ഒരു ഫ്ലോ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. See you at the top. Thank you.